ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ? ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അത് ആരാണ് എന്നുകൂടി നമുക്ക് നോക്കാം. നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ? ഓക്കെ, നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ? ഓക്കെ, 3 of Pentacles ആണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു കാർഡ്. 9 of Wands, Knight of Pentacles, the Emperor card, 8 of Cups, 2 of Pentacles, the Hanged Man, 10 of Swords, 10 of Cups, Knight of Wands, Queen of Pentacles, ഡെത്ത് കാർഡ്. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് 3 of Wandsന്റെ ഒരു കാർഡ് ഇവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡിൽ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെയും നിങ്ങളുടെയും ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടി ഉണ്ടാകാനുള്ള സാധ്യത നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ 3 of Pentacles ഉണ്ട്, അതുപോലെ Queen of Pentacles, Knight of Pentacles, ഈ 3 പെൻറ്റിക്കിൾസിന്റെ കാർഡ് വന്നിട്ടുണ്ടല്ലോ. അപ്പം ഇത് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ജീവിതത്തിൽ ഒരാൾ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ അതൊരു പ്യുവർ ഒരു റൊമാൻറ്റിക് ആയിരിക്കണമെന്നില്ല. കൂടുതലായിട്ട് ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തുള്ള ഒരു വ്യക്തിയായിരിക്കാം. അത് ഒരു സ്റ്റേബിളായിട്ട്, അതായത് എപ്പോഴും സ്ഥിരമായിട്ട് അവർ മീറ്റ് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ കാണാൻ ചാൻസസ് ഉള്ള, എപ്പോഴും സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തി ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് നമുക്കിവിടെ ഒരു ക്ലൂ ആയിട്ട് കിട്ടുന്നത്. പിന്നെ ഒരു ഒത്തിരി അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണും ആണ് എന്ന് അത്തരത്തിലുള്ള വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ തേർഡ് പാർട്ടിയുടെ എനർജി നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ അവരോട് ഒരു അടുപ്പം ഉണ്ടാകാം, പക്ഷെ അത് ഒരു സ്ലോ ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ കണക്ഷൻ മാത്രമാണ് എന്നാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ദമ്പർ കാർഡും അതുപോലെ 9 of Wandsന്റെ ഒരു കാർഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഇമോഷണലി വളരെയധികം ഒരു ഗാർഡഡ് ആണ് എന്ന് മനസ്സിലാവും. അതായത് ഇമോഷണലി അവരെ തന്നെ അവർ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പ്രകൃതത്തിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. ആരെയും പൂർണ്ണമായ ഉള്ളിലേക്ക് കടക്കാനായിട്ട് അവർ അനുവദിക്കുന്നില്ല. അവരുടെ ഹൃദയത്തിനുള്ളിലേക്ക് ഒരു വ്യക്തിയെയും കടത്തിവിടാനായിട്ട് അവർ ഇഷ്ടപ്പെടുന്നില്ലാത്ത ഒരു സമയമാണ്. അവർ കൺട്രോൾ നിലനിർത്താനായിട്ട് ശ്രമിക്കുന്നു. അവരുടെ മനസ്സിനെ അവർ കൺട്രോൾ ചെയ്ത് നിർത്തുന്നു. അതിനാൽ തന്നെ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും അതൊരു ഡീപ്പ് ഇമോഷണൽ കമ്മിറ്റ്മെന്റ് ആയിട്ട് മാറാനായിട്ട് സാധിക്കില്ല, അങ്ങനെ പറ്റില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ 8 of Cupsന്റെ ഒരു എനർജി കാണുന്നുണ്ട്, അതുപോലെ ഡെത്ത് കാർഡ്, 10 of Swords. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ്. അവരൊരു ഫേസ് ഓൾറെഡി വിട്ടുപോയി എന്നുള്ളതാണ്. അതായത് ഒരു എൻഡിങ്, ഒരു ക്ലോഷർ ഇവിടെ സംഭവിച്ചിരിക്കുന്നു. ആ ഒരു പാസ്റ്റിലെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിൽ നിന്ന് അവർ ഒരു ഡിസ്റ്റൻസ് എടുത്തു, അല്ലെങ്കിൽ എടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ആദ്യത്തെ കാർഡുകളിൽ നമുക്ക് അങ്ങനെ പറഞ്ഞത്, ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇപ്പോൾ അവരത് ഡിസ്റ്റൻസിലേക്ക് പോയി അവർക്ക് ഡിസ്റ്റൻസ് എടുക്കാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഇവിടെ 2 of Pentaclesന്റെ കാർഡ്, അതുപോലെ ഹാങ്ഡ് മാൻ, ഈ 2 എനർജീസ് ഇത് കാണിക്കുന്നത് ഒരു കൺഫ്യൂഷനും ഒരു ഇൻഡിക്കേഷനുമാണ്. ഒരിക്കൽ അവർ 2 കാര്യങ്ങൾ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നിരിക്കാം. അതായത് നിങ്ങളെയും മറ്റൊരാളെയും തേർഡ് പാർട്ടിയെയും ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അവർ സ്ട്രക്കായ ഒരു അവസ്ഥയിലാണ്.
അതായത് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിൽ ക്ലിയർ ഡിസിഷൻ എടുക്കാനായിട്ട് അവർക്ക് ഒത്തിരി സമയം എടുക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ക്ലിയർ ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങളെയും വേണം ആ ഒരു തേർഡ് പാർട്ടിയും വിട്ടുകളയാനായിട്ട് പറ്റില്ല. തേർഡ് പാർട്ടിയുമായിട്ടൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ കൂടിയും അവരെ ഒത്തിരി സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്, സ്റ്റേബിൾ ആയിട്ട് അവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു പേഴ്സണാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു പേഴ്സണെയും വിട്ടുകളയാനായിട്ട് അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ അവരിങ്ങനെ വിഷമിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് അവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നൈറ്റ് ഓഫ് വാൻസ് അതുപോലെ തന്നെ 3 ഓഫ് വാൻസ്, ഈ ഒരു 2 കാർഡുകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ടെമ്പററി ഇൻവോൾവ്മെന്റ് ആണ് ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ഈ ഒരു പേഴ്സൺ ഉള്ളത് എന്നാണ് കാണുന്നത്. ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ പോലും അതൊരു സ്റ്റേബിൾ ആയിട്ട് ഇപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകാം. അത് സിറ്റുവേഷൻ കൊണ്ട് അവർക്ക് മാറി പോകേണ്ടതായിട്ട് വന്നിട്ടുള്ളതാകാം. പക്ഷേ ഇവർ ആ ഒരു തേർഡ് പാർട്ടിയിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു തേർഡ് പാർട്ടി വളരെ സ്റ്റേബിൾ ആയിട്ട് ഇവരോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു, വർക്ക് പ്ലേസിലൊക്കെ എപ്പോഴും സ്ഥിരമായിട്ടുണ്ടായിരുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് ആ ഒരു സ്ഥിരത അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ആ ഒരു കണക്ഷനിൽ എന്ന് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ആ ഒരു എക്സൈറ്റ്മെന്റ് അതുപോലെ പാഷൻ ആയിട്ടുള്ള ആ പാഷൻ ടൈപ്പ് എനർജി അതൊക്കെ നിങ്ങളോട് മാത്രമാണ് ഈ ഒരു പേഴ്സണ് കൂടുതലായിട്ട് ഉള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്കൊരു കാർഡ് വന്നിട്ടുണ്ട്, 10 ഓഫ് കപ്സിന്റെ ഒരു കാർഡ്. അപ്പൊ അവരുടെ ഒരു ശരിക്കും ഹാർട്ട് ലെവൽ ഡിസയർ എന്നൊക്കെ പറയുന്ന ആ ഒരു സ്റ്റിൽ ഇമോഷണൽ ഹാപ്പിനെസ് ഒക്കെ ആ ഒരു രീതിയിലുള്ള ഡിസയർ ആണ് അവർക്കുള്ളത്. ഇമോഷണലി വളരെ ഹാപ്പി ആവുന്ന രീതിയിലുള്ള അതപ്പോൾ ആ ഒരു ഡീപ്പ് കണക്ഷൻ ആണ് അവിടെ കാണുന്നത്. ഇതൊരു സൂപ്പർഫിഷ്യൽ പോലെയുള്ള ഒരു കണക്ഷനാണ് ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ളത്. അപ്പോൾ അത്ര ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഹാപ്പിനെസ് ഇമോഷണലി കിട്ടുന്ന ഒരു റിലേഷൻഷിപ്പാണ് അവർ നോക്കുന്നത്. അപ്പോൾ ഒരു ഡീപ്പ് കണക്ഷൻ ആണ് ഈ ഒരു 10 ഓഫ് കപ്സിന്റെ എനർജി നമുക്കിവിടെ കാണിച്ചു തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരിക്കലും ഒരു സൂപ്പർഫിഷ്യൽ രീതിയിലുള്ള ഈ ഒരു തേർഡ് പാർട്ടിയുടെ എനർജിയുമായിട്ട് മാച്ച് ആകാത്തത് കൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി അവരുടെ ലൈഫിൽ നിന്ന് പോയി എന്ന് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസസ് ഉണ്ടായിരുന്നിരിക്കാം അല്ലെങ്കിൽ ഉണ്ടായിരിക്കാം, പക്ഷേ അത് ഒരു സ്റ്റേബിൾ അല്ല ഇപ്പോൾ എന്ന് കാണുന്നു. അതുപോലെ ഒരു ലോങ് ടൈം ഒരിക്കലും ആ ഒരു തേർഡ് പാർട്ടി ഇവരോടൊപ്പം നിൽക്കില്ല എന്ന് കാണുന്നുണ്ട്. അവര് അതിൽ നിന്നൊരു ഡിസ്റ്റൻസ് എടുക്കുന്ന ഒരു ഫേസിലാണ് കുറേ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് ആണ്. അതുപോലെ ഇമോഷണലി അവരെ തന്നെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നു. പുറത്തുനിന്നുള്ള മറ്റുള്ളവരെ വിശ്വസിക്കാനും സ്നേഹിക്കാനും ഒക്കെ അവർക്ക് ഇപ്പോൾ പേടിയായതുകൊണ്ട് തന്നെ അവരെ ഡിഫെൻസ് ചെയ്ത് ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ഒരു കണക്ഷനെ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്യാനുള്ള ശക്തിയുള്ള ഒരു പേഴ്സൺ ആയിട്ടൊന്നും നമുക്ക് കാണുന്നില്ല. ഇത് കൂടുതൽ ഒരു ടെമ്പററി സിറ്റുവേഷൻ ഇൻഫ്ലുവൻസസ് മാത്രമാണ് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിരുന്നതിന് നമുക്ക് മറുപടിയായിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസസിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടി എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക ഈ ഒരു പേഴ്സണുമായിട്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അവരെ ചേസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യണം. കുറച്ച് സ്പേസ് അവർക്ക് കൊടുക്കുക. നിങ്ങളില്ലാത്തപ്പോൾ അവർ എന്ത് ഫീൽ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനായിട്ടുള്ളൊരു അവസരം അവർക്ക് നൽകുക എന്നുള്ളതാണ്. ഇത് അവരെ റിയലൈസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഒന്നില്ലെങ്കിൽ നിങ്ങളെ റിലീസ് ചെയ്ത് പോകും, അല്ലെങ്കിൽ നിങ്ങളെ റിയലൈസ് ചെയ്യും. ഒന്നില്ലെങ്കിൽ നിങ്ങളെ സ്വീകരിക്കും, അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ അല്ലെങ്കിൽ അവരുടെ മിസ്റ്റേക്ക് എന്താണ് എന്നുള്ളൊരു കാര്യം അവർ തിരിച്ചറിയും. ഇതിനെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത് ഇമോഷണൽ കൺട്രോൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഓവർ തിങ്കിങ് ഒഴിവാക്കുക, ആൻസൈറ്റി കുറയ്ക്കുക, ഇതൊക്കെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ കോൾസ് ഒക്കെ തുടരെ കോൾ ചെയ്യുക, മെസ്സേജ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർത്തുക. നിങ്ങൾ കാമായി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പവർ സിറ്റുവേഷൻ, നിങ്ങളുടെ ഒരു പവർ എനർജി കൂടും എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം അവരുടെ കൺഫ്യൂഷൻസ് ക്ലിയർ ആകാനായിട്ട് അവർക്ക് സമയം കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അവർ മെന്റലി ഒരു സ്റ്റക്കായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരൊരിക്കലും ഫോഴ്സ് ചെയ്ത് ഒരു ആൻസർ അവരോട് ചോദിക്കരുത്. പേഷ്യൻസ് ആണ് എപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകാനായിട്ട് ആവശ്യമായിട്ടുള്ളൊരു കാര്യം. അവർ തന്നെ ഒരു ക്ലാരിറ്റിയുമായി നിങ്ങളിലേക്ക് വരട്ടെ. അതാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ഒരു സെൽഫ് വർത്ത് ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഗ്രോത്ത്, നിങ്ങളുടെ ഹാപ്പിനെസ്, ഇതിലേക്കൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. നമുക്കൊരു ക്യൂൻ ഓഫ് പെന്റക്കിൾസ് അതാണ് പറഞ്ഞു തരുന്നത്. അവരെ മാത്രമല്ല നിങ്ങളെയും നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങളുടെ എനർജി ഉയർത്തും. അവർ ഒരു ന്യൂട്രലി നിങ്ങളിലേക്ക് ആ ഒരു ഫ്ലോ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതാണ് യൂണിവേഴ്സ് നമുക്കിവിടെ ഡയറക്റ്റ്ലി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ,
പിന്നെ പാസ്റ്റിനെയൊക്കെ വിട്ടിട്ട് മുന്നോട്ട് പോകാനായിട്ട് തയ്യാറാകാനായിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. പഴയ ആ ഒരു വേദന, വിഷമങ്ങൾ ഒക്കെ മറികടന്ന് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളിങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് പോകരുത് എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ട് ഒരു മൈൻഡ് സെറ്റിന് ഉണ്ടാക്കിയെടുക്കുക. ഇതൊരു ട്രാൻസ്ഫോർമേഷൻ ഫേസ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ബെറ്റർ ഒരു ഔട്ട്കം പോസിബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്കമ്മിലേക്ക് നിങ്ങൾ പോകും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കോൾ ചെയ്യുക, ബെഗ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഒരു ജലസി കാണിക്കലും തുടങ്ങിയ കാര്യങ്ങളും അവോയ്ഡ് ചെയ്യുക. ഒരു തേർഡ് പാർട്ടിയെ കുറിച്ച് നേരിട്ട് നിങ്ങൾ ആ ഒരു പേഴ്സണോട് ക്വസ്റ്റ്യനിങ് ചെയ്യാതിരിക്കുക. ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഉള്ള ഈ ഒരു സിറ്റുവേഷൻ കുറച്ചും കൂടി ഒരു വേഴ്സൺ ആക്കാനായിട്ട്, അല്ലെങ്കിൽ കുറേ കൂടി പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ നിങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്യുക ഒരു പേഴ്സണിന് വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ സെൽഫ് ഫോക്കസ് ചെയ്യുക. നിങ്ങളുടേതായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. സ്ട്രെങ്തൻ ആകാനായിട്ട് ശ്രമിക്കുക. ചേസ് ചെയ്യാതെ നിങ്ങളുടെ വാല്യൂ അവർക്ക് ഫീൽ ചെയ്യാനായിട്ട് അവർക്ക് കൊടുക്കുക, അവസരം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് യൂണിവേഴ്സിയുടെ ഗൈഡൻസ് ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് മറ്റൊരു കാര്യം കൂടി നോക്കാം. ഈ ഒരു ബന്ധത്തിന്റെ, ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്താകാനാണ് ഒരു ചാൻസ്? ഫ്യൂച്ചറിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എവിടേക്ക് പോകും എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡെത്ത് കാർഡ് ഉണ്ട്, അതുപോലെ 10 ഓഫ് സോർഡ്സ് ഉണ്ട്, 10 ഓഫ് കപ്സ് ഉണ്ട്. ഇത് വെച്ചിട്ട് ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. ഡെത്ത് കാർഡ്, 10 ഓഫ് സോർഡ്സ്, 10 ഓഫ് കപ്സ്. ഒരു ഫേസ് കംപ്ലീറ്റ്ലി അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഒരു പെയിന്, ബിട്രോവല്, അതുപോലെ കൺഫ്യൂഷൻ എല്ലാം ഒരു പീക്കിലെത്തിയിട്ട് അതൊന്ന് ക്ലോസ് ആവുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം മാത്രമാണ് റിയൽ ആയിട്ടുള്ള ഇമോഷണൽ ഹാപ്പിനെസ്, അതായത് 10 ഓഫ് കപ്സിന്റെ പോസിബിലിറ്റി ഇവിടെ നമ്മുടെ മുന്നിലേക്ക് തുറക്കും എന്നുള്ളതാണ്. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ മുന്നിലേക്ക് അത് വരും എന്നുള്ളതാണ്. അതായത് ഈ ബന്ധം പഴയ രീതിയിൽ തുടരില്ല. ആ ഒരു പഴയ രീതികളെല്ലാം അവിടെ അവസാനിച്ചതിന് ശേഷം ഒരു ന്യൂ വേർഷൻ, ഒരു ഫ്രഷ് സ്റ്റാർട്ട് ആയിട്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അപ്പോൾ ദ ഹാങ്ഡ് മാൻ ഉണ്ട്, അതുപോലെ 2 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. ഇത് കുറച്ച് ഡിലേ ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇതൊക്കെ നടക്കാനായിട്ട് കുറച്ച് ഡിലേ ഉണ്ടാകും എന്ന് കാണുന്നുണ്ട്. ഉടൻ നിങ്ങൾക്ക് പെട്ടെന്നൊരു ക്ലാരിറ്റി കിട്ടില്ല. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. രണ്ട് കാര്യങ്ങൾ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഡിസിഷൻസ് ഒക്കെ വളരെ സ്ലോ ആയിരിക്കും. അതുകൊണ്ട് ഫ്യൂച്ചറിൽ അതിനുള്ള സാധ്യത ഉണ്ടെങ്കിലും ഒരു ലേറ്റ് ആയിട്ട് മാത്രമേ ആ ഒരു റിയലൈസേഷൻ ഈ ഒരു പേഴ്സൺ ഉണ്ടാവൂ എന്നാണ് കാണുന്നത്. പിന്നെ നമുക്ക് നൈറ്റ് ഓഫ് വാൻഡ്സ് ഉണ്ട്, 3 ഓഫ് വാൻഡ്സ് ഉണ്ട്. അവർ വീണ്ടും നിങ്ങളിലേക്ക് വരാനുള്ള മൂവ്മെന്റ്സ് കാണിക്കുന്നു ഈ 2 കാർഡ്. പക്ഷെ ആദ്യം കാഷ്വൽ ആയിട്ട് ഒരു പാഷനബിൾ എനർജിയിലായിരിക്കും, പിന്നീട് സ്ലോലി അത് സീരിയസ് ഡയറക്ഷനിലേക്ക് മാറും. അപ്പോൾ ആ ഒരു സമയത്ത് സഡൻ ഒരു കംബാക്ക് പോസിബിൾ ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ക്യൂൻ ഓഫ് പെന്റിക്കിൾസ്, അതുപോലെ എംപറർ കാർഡ്, രണ്ട് കാർഡും കൂടെ വന്നിട്ടുള്ളതുകൊണ്ട് ഒരു ലോങ് ടൈം സ്റ്റെബിലിറ്റി പോസിബിൾ ആണ് ഈ ഒരു പുതിയ തുടക്കം വന്നതിന് ശേഷം എന്ന് നമുക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഇത് നടക്കാനായിട്ട് നിങ്ങൾ കുറച്ചും കൂടി ഒരു ഗ്രൗണ്ടഡ് ആകണം എന്നുള്ളതാണ്. നിങ്ങൾ കുറച്ചും കൂടി ഗ്രൗണ്ടഡ് ആയ ഒരു എളിമയിലേക്ക് വരണം എന്നുള്ളത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അവർ കുറച്ച് മച്ചുറും ആകാനുണ്ട്, കുറച്ച് പക്വത അവർക്ക് വരാനുണ്ട്. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഫ്യൂച്ചറിൽ എന്തായാലും ഉണ്ടാകും, അതൊരു പോസിബിലിറ്റി നമ്മളിവിടെ കാണുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് കുറച്ച് എഫേർട്ടും ഗ്രോത്തും വരേണ്ടത് ആവശ്യമുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ബന്ധം ഇപ്പോഴത്തെ പോലെ അൺസ്റ്റേബിൾ ആയി തുടരില്ല എന്നുള്ളതാണ്. ഒരു ബിഗ് എൻഡിങ് ഉണ്ടാകും, അതിനുശേഷം ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും, അതിനുശേഷം അത് ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് വഴിവെക്കും എന്നുള്ളതാണ്. അപ്പം സ്ട്രോങ് പോസിബിലിറ്റി, ഒരു ബ്രേക്ക്, അതിനുശേഷം റിയലൈസേഷൻ, പിന്നീട് കംബാക്ക്, പിന്നെ ഒരു സ്റ്റേബിൾ ഫ്യൂച്ചർ. ഇത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒരു ഷോർട്ട് ടൈം പീരീഡിൽ ഒരു ഡിസ്റ്റൻസും സൈലൻസും ഒക്കെ അങ്ങ് കഴിഞ്ഞു പോകും. ഒരു മിഡിലേക്ക് വരുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ചുള്ള ഒരു റിയലൈസേഷനും പിന്നെ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഈ വ്യക്തി ഒരു ആക്ഷനൊക്കെ എടുക്കും. ലേറ്റർ കുറച്ച് ഡിലേ ആയതിനു ശേഷം ഇമോഷണലി നിങ്ങൾ തമ്മിൽ വീണ്ടും റീകണക്ട് ആകും. എന്നിട്ട് അതിനുശേഷം ഈ റിലേഷൻഷിപ്പ് ഒരു സ്റ്റേബിൾ ഫേസിലേക്ക് പോകും. അത് തന്നെയാണ് നമുക്ക് വീണ്ടും ഇവിടെ മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ തിരികെ വരും. ഫ്യൂച്ചർ, ഈ ഒരു റിലേഷൻഷിപ്പിന് ഫ്യൂച്ചർ ഉണ്ടെങ്കിലും ഇത് വർക്ക് ആകുന്നതിനെ കുറച്ച് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഒരു മാച്യൂരിറ്റിയും അതുപോലെ നിങ്ങളുടെ ഒരു പേഷ്യൻസും സെൽഫ് റെസ്പെക്റ്റിനെയും ഒക്കെ അനുസരിച്ചിരിക്കും ഇത് വർക്ക് ആവുക എന്നുള്ളത്. അപ്പോൾ വെയിറ്റ് ചെയ്യുക മാത്രമല്ല, ഗ്രോ ചെയ്യുക. നിങ്ങൾ ആ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ തന്നെ ഗ്രോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു കീ ആണ്. ആ ഒരു വെയിറ്റിംഗ് എനർജിയിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു
ഫ്യൂച്ചർ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ വീണ്ടും ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകുന്നത് ആ ഒരു വെയിറ്റിംഗ് എനർജിയിൽ നിന്നായിരിക്കും എന്നുള്ളൊരു കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് ക്രൈസ് ഓൺ വെഹിക്കിൾസ് എന്ന് പറയുന്നൊരു ക്ലൂ ആണ്. ഇസഡ്, ലെറ്റർ ഇസഡ് നമുക്ക് ഇടുന്നുണ്ട്. റെയിൻബോ സൈൻസ്, മാറ്റത്തിന്റെ ഒരു സൈനാണ്. ബേക്കർ 1987, 48 hours, April month, more on left cheek, number 23, patience, social worker, health issues, life change, ഫുട്ബോളുകൾ കാണാനും ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള അല്ലെങ്കിൽ കളിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളാകാനുള്ള ചാൻസസ് ഉണ്ട്. ബ്ലാക്ക് കളർ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. 639 എന്ന് പറയുന്ന നമ്പർ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ജൂലൈ മന്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ലോയർ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഫോളോ ന്യൂ ട്രെൻഡ്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ. 1977 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ചൈൽഡിഷ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നെയിൽ പോളിഷിനോടൊക്കെ ക്രേസ് ഉള്ള ഒത്തിരി ഇഷ്ടമുള്ള വ്യക്തികളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. സോഷ്യൽ മീഡിയ, ഓക്കെ, നമ്പർ 33 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 34, തിരുവനന്തപുരം ജില്ല എന്നുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള വ്യക്തിയായിരിക്കാം. ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്, ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷനിലുള്ള ഓപ്പോസിറ്റുള്ള ആ ഒരു വ്യക്തിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള വ്യക്തികളായിരിക്കാം. സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ഇട്ടിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾ സെക്കൻഡ് സ്റ്റഡ് ഇട്ടിട്ടുണ്ടാവാം. യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 47 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 2005 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. ഒക്ടോബർ മന്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ടാറ്റു ആർട്ടൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കാം. നമ്പർ 22 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെപ്റ്റംബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ചാരിറ്റി ഒക്കെ ചെയ്യാനായിട്ട് ഒത്തിരി ഇഷ്ടമുള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.